റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. EP ജയരാജനെതിരെ കടുത്ത നടപടിയുമായി CPIM. LDF കൺവീനർ സ്ഥാനത്തു നിന്നും EPയെ നീക്കി. BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പാർട്ടി നടപടി. തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ രാവിലെ തന്നെ EP കണ്ണൂരിലേക്ക് മടങ്ങി. പറയാനുള്ളപ്പോൾ മാത്രം വിളിക്കാമെന്ന് മാത്രമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് EP വീട്ടിൽ വെച്ച് മറുപടി നൽകിയത്. രാജിവെച്ചു അല്ലെങ്കിൽ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. ഇപ്പോൾ ഒന്നും പറയാനില്ല. സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ വെച്ച് EP മാധ്യമങ്ങളെ കണ്ടേക്കും. മുൻമന്ത്രിയും കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറിയുമായ TP രാമകൃഷ്ണനെയാണ് പുതിയ കൺവീനർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്ത ശ്രീജിത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം സംസ്ഥാന കമ്മിറ്റി എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നടക്കമുള്ള വിവരങ്ങൾ ശ്രീജിത്ത് നൽകും. ഒപ്പം പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ നിന്നും അർജുൻ കല്യാടുണ്ട്. BJP ഇതിനെ എങ്ങനെ കാണുന്നു? EPയെ സ്വാഗതം ചെയ്യാൻ പറ്റിയ സമയമാണോ BJPക്ക്? VS രഞ്ജിത്ത് നൽകും കോഴിക്കോട് നിന്ന് വിവരങ്ങൾ. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇന്ന് 8:46 ശ്രീജിത്ത് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ തീരുമാനം 10 നമ്മൾ കൊടുക്കുന്നു. EPയെ മാറ്റുന്ന തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. നമുക്കറിയാം, ഓരോ ഘട്ടത്തിലും MV ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തുമ്പോഴായാലും അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായാലും EPയുടെ കാര്യത്തിൽ അത് ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഓരോ വരിയിലും അദ്ദേഹം നൽകിയിരുന്നു. ആ നടപടിയാണോ ഈ നടപടി എന്നുള്ളതാണ് അറിയേണ്ടത്. സാധാരണഗതിയിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ പൊതുവെ നടപടി ഉണ്ടാകാറില്ല. പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷമാണ് നടപടികൾ ഉണ്ടാകാറുള്ളത്. നാളെ മുതൽ പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണല്ലോ ശ്രീജിത്ത്. അപ്പോൾ ഇതൊരു BJPയുമായുള്ള ചർച്ചകൾക്കുള്ള പാർട്ടി നടപടിയായിട്ടാണോ കാണേണ്ടത്? അതോ കേന്ദ്ര കമ്മിറ്റി അംഗമായ EPക്കെതിരെ ഇനിയും നടപടി കാത്തു നിൽക്കുന്നുണ്ടോ? സ്മൃതി, ഇന്നലെ ചേർന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗമാണ് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കുന്ന നടപടിയിലേക്ക് ഉള്ള ചർച്ചകൾ നടത്തിയത്. ഇതിന് കാരണം BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് പുറത്തു വന്നിരുന്നു. ഈ കൂടിക്കാഴ്ച നടത്തിയ വിവരം പുറത്തു വന്നതിന് പിന്നാലെ 2023 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ഡേറ്റിലാണ് ഇതിന് EP ജയരാജൻ സ്ഥിരീകരണം നൽകിയത്. ഈ കൂടിക്കാഴ്ച മുന്നണിയുടെയും CPIMൻ്റെയും രാഷ്ട്രീയ നയത്തിനും മതനിരപേക്ഷ കാഴ്ചപ്പാടിനും വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ മുന്നണിയുടെ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായി പെരുമാറിയ ഇടപെട്ട ഒരാൾ എങ്ങനെയാണ് മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് ഈ തുടർന്നു പോകാൻ കഴിയുക, അദ്ദേഹത്തെ കൊണ്ടുപോകാൻ കഴിയുക എന്ന ചോദ്യമാണ് CPIMന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഈ ചോദ്യം ഉയർന്ന ഘട്ടത്തിലെല്ലാം CPIMന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ മറുപടി ഇതാണ്: സംഘടനാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയവും പരിഗണിച്ചു പോകും. ഇതിനെ ഗൗരവത്തിൽ കാണുന്നു. അത് അടഞ്ഞ അധ്യായമായി നിങ്ങൾ കരുതേണ്ടതില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും MV ഗോവിന്ദൻ എൻ്റെ തന്നെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. അപ്പോൾ ആ നടപടിയിലേക്ക് ഇന്നലെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കടക്കുകയായിരുന്നു. ഈ യോഗത്തിൽ EP ജയരാജൻ മുഴുവൻ സമയവും പങ്കെടുത്തിരുന്നു. EP ജയരാജനെ കൂടി പങ്കെടുപ്പിക്കുന്ന യോഗത്തിലാണ് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുന്നതാണ് അഭികാമ്യം എന്ന നിർദ്ദേശം പാർട്ടി വെച്ചത്. ഇത് കണക്കെടുത്ത് താൻ ഒഴിയുകയാണ്, താൻ എല്ലാ സ്ഥാനങ്ങളും ഒഴിയുന്നു, ഞാൻ ഇനി ഒന്നും ഏറ്റെടുക്കാനില്ല എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ട് EP ജയരാജൻ പാർട്ടിയുടെ വേദി വിടുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു പരിഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു നീരസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിലേക്ക് മടങ്ങിയത്. ഇന്ന് സംസ്ഥാന കമ്മിറ്റി രാവിലെ 10 മണിക്ക് ആരംഭിക്കുമ്പോൾ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഒരു തരത്തിൽ അത് പാർട്ടി തീരുമാനത്തോടുള്ള പരസ്യമായ പ്രതിഷേധ പ്രഖ്യാപനമാണ്, വെല്ലുവിളിയാണ് എന്ന് വേണമെങ്കിൽ കരുതാം. എന്നാൽ എല്ലാ ഘട്ടത്തിലും ഇത്തരം ചില സമീപനങ്ങൾ എടുത്തിട്ടുള്ള EP ജയരാജനോട് പാർട്ടി സൗമനസ്യത്തോടെ അനുതാപപൂർവ്വം പെരുമാറുകയാണ് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ഈ കമ്മിറ്റികളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുന്നതിന്, പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിന്, നീരസം പ്രകടിപ്പിക്കുന്നതിനൊന്നും നടപടിയെടുത്ത പതിവില്ല. എന്നാൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി അച്ചടക്ക നടപടിയായി കാണാൻ കഴിയില്ല. അച്ചടക്ക നടപടി എടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിക്ക് കഴിയൂ. കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ EP ജയരാജനിൽ പാർട്ടി സംസ്ഥാന ഘടകം ഏൽപ്പിച്ച ചുമതലയാണ് LDFൻ്റെ കൺവീനർ സ്ഥാനം. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുന്നത് കേരള ഘടകത്തിന് എടുക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വഭാവത്തിലുള്ള ഒന്നാണ്. എന്നാൽ അച്ചടക്ക നടപടിയാണോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി അത് ശരിയല്ല. എന്നാൽ അത് പ്രായോഗിക തലത്തിൽ ഒരു നടപടിയുടെ സ്വഭാവം അതിന് കൈവരികയും ചെയ്യുന്നു.
ശ്രീ, പല ഘട്ടങ്ങളിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് EP. പക്ഷേ അപ്പോഴൊക്കെ പാർട്ടി EP-യെ കൂടെ നിർത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ EP-ക്ക് വേണ്ടി പ്രതിരോധം തീർക്കുകയും ചെയ്തിരുന്നു. പല ഘട്ടങ്ങളിലും നടപടിയായിട്ടും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്, മന്ത്രിസ്ഥാനം തെറിക്കലടക്കം സംഭവിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ താനാണ് സീനിയർ, തൻ്റെ സീനിയോറിറ്റി മറികടന്ന MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയത് മുതൽക്കല്ലേ ഈ പരസ്യമായ പിണക്കം കാണിക്കൽ EP തുടങ്ങിയത്. പല ഘട്ടങ്ങളിലും നിർണായകമായ ഘട്ടങ്ങളിൽ മാറി നിൽക്കുന്ന പ്രവണത, ഒടുവിൽ പാർട്ടി സെക്രട്ടറി നടത്തിയ ജാഥയിൽ നിന്നുവരെ, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ജാഥയിൽ നിന്നുവരെ മാറി നിൽക്കുന്ന സാഹചര്യം. അതിനിടയ്ക്ക് അദ്ദേഹം സന്ദർശനം നടത്തിയ ക്ഷേത്രങ്ങൾ, ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് മാലയിട്ടുകൊണ്ട് ഒരു ക്ഷേത്ര ദർശനം നടത്തിയത്, ഇതൊക്കെ തന്നെയും പാർട്ടി പല ഘട്ടങ്ങളിലായി നേരിടേണ്ടി വന്ന ഒരു വിഷയമല്ലേ? അതിൻ്റെ ഒടുവിലത്തെ കാര്യമായിട്ട് കാണണ്ടേ ഈ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച? സ്മൃതി, EP ജയരാജൻ്റെ 6 പതിറ്റാണ്ടോളം വരുന്ന രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അദ്ദേഹം പല വിവാദങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ വിവാദങ്ങളുടെ സഹയാത്രികരെന്ന് വിളിക്കാവുന്ന തരത്തിൽ ഉള്ള അത്രയും എണ്ണം വിവാദങ്ങൾ അദ്ദേഹം ചെന്നു ചാടിയിട്ടുണ്ട്. എന്നാൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മുതലാണ് EP ജയരാജൻ തൻ്റെ നീരസം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടി കമ്മിറ്റികളിൽ നിന്ന്, പാർട്ടി പരിപാടികളിൽ നിന്ന്, മുന്നണിയുടെ പരിപാടികളിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കാൻ തുടങ്ങിയത്. ഈ 2022 ഒക്ടോബറിലാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ, ഒക്ടോബർ 1-നാണ് കോടിയേരി ബാലകൃഷ്ണൻ നിര്യാതനാകുന്നത്. അതിന് 2 ആഴ്ച മുമ്പ് തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദനെ തെരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉള്ള കടന്നവരവ് പ്രതീക്ഷിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന EP-ക്ക് ഒരു നിരാശ സംഭവിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അതിന് പിന്നാലെ MV ഗോവിന്ദനെ പോളിറ്റ് ബ്യൂറോയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് രണ്ടും വന്നതോടെ 2022 നവംബർ മാസത്തിൽ EP പാർട്ടിയിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ചൂണ്ടിക്കാണിച്ച് 1 മാസത്തെ അവധിക്ക് പോയി. എന്നാൽ EP പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും ചുമതലകൾ ഒഴിയുകയാണ്, പാർട്ടി പ്രവർത്തനം നിർത്തുന്നു എന്ന മട്ടിൽ ചില മാധ്യമങ്ങൾ ആ ഘട്ടത്തിൽ വാർത്ത വരികയും ചെയ്തു. അങ്ങനെ നിരാശ തോന്നുന്ന ഘട്ടങ്ങളിലൊക്കെ EP പാർട്ടി പ്രവർത്തനം നിർത്തുകയാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാറുണ്ട്. അതിന് 2000 ആണ്ടിലും അങ്ങനെ ഒരു ഉദാഹരണമുണ്ട്. 2000 ആണ്ടിൽ മാതൃഭൂമി ദിനപത്രത്തിൽ അന്നത്തെ കണ്ണൂർ ബ്യൂറോ ചീഫായിരുന്ന PP ശശീന്ദ്രൻ്റെ ബൈലൈനായുള്ള ഒരു വാർത്ത ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. EP രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കുന്നു എന്നാണ് അന്ന് വന്ന വാർത്ത. എന്നാൽ പിന്നീട് പാർട്ടി നേതാക്കന്മാരും മറ്റും ഇടപെട്ട് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായി അദ്ദേഹത്തിന് പുതിയ പദവികളും മറ്റും ലഭിച്ച് EP വീണ്ടും സജീവമാകുന്നതാണ് കണ്ടത്. ഈ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം പലതവണ അദ്ദേഹം പ്രവർത്തനം നിർത്തുന്നു എന്ന വാർത്ത വന്നു. ആ ഘട്ടത്തിലെല്ലാം അദ്ദേഹം അത് നിഷേധിച്ചുകൊണ്ട് പിന്നീട് സജീവമാകുന്നതാണ് കണ്ടത്. എന്നാൽ സംസ്ഥാന സീനിയോറിറ്റി മറികടന്ന് MV ഗോവിന്ദൻ സെക്രട്ടറി ആയതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായിരുന്നു, പോളിറ്റ് ബ്യൂറോ അംഗമായതിൽ വിഷമമുണ്ടായിരുന്നു, നീരസമുണ്ടായിരുന്നു. അതാണ് EP പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചത്. MV ഗോവിന്ദൻ നയിച്ച രാഷ്ട്രീയ ജാഥയിൽ പങ്കെടുക്കാതെ മാറി നിന്ന EP കണ്ണൂരിലുണ്ടായിട്ടും ആ ജാഥയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ ജാഥയിലേക്ക് എത്താത്തത് ചർച്ചയായപ്പോൾ EP പിന്നീട് തൃശ്ശൂരിൽ വെച്ച് ആ ജാഥയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ജാഥ തുടങ്ങുന്ന ദിവസം, ജാഥയുടെ തലേന്നാണെന്ന് തോന്നുന്നു, നന്ദകുമാറിൻ്റെ അമ്മയുടെ ശതാഭിഷേക ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വെണ്ണലയിലെ ഒരു അമ്പലത്തിൽ അത് ആ അമ്മയെ, നന്ദകുമാറിൻ്റെ അമ്മയെ പൊന്നാട അടിയിക്കുന്ന ദൃശ്യങ്ങളും ആ ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. അങ്ങനെ ഈ നീരസം അദ്ദേഹത്തിന് തോന്നുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ശ്രീ, നമുക്ക് വിശദമായ വിവരങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും വരാം.